വേണാട് എക്സ്പ്രസ് ട്രെയിനിൽ തിക്കും തിരക്കും മൂലം യാത്രക്കാർ കുഴഞ്ഞു വീണു. വന്ദേ ഭാരത് ട്രെയിനിന് വേണ്ടി സമയക്രമം മാറ്റിയതോടെ വേണാട് എക്സ്പ്രസിൽ ദുരിതയാത്ര എന്നതാണ് വിവരം. പിറവത്ത് ട്രെയിൻ ഏറെ നേരം പിടിച്ചിട്ടതോടെയാണ് യാത്രക്കാർ കുഴഞ്ഞു വീണത്. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഇന്നിപ്പോൾ ഈ അവധിയെല്ലാം കഴിഞ്ഞ് ആളുകൾ തിരികെ ഓഫീസിലേക്കുമൊക്കെ എത്തുന്ന, വീട്ടിലേക്കുമൊക്കെ മടങ്ങുന്ന ഒരു ദിവസം കൂടിയാണ്. ഒട്ടേറെ യാത്രക്കാർ ഈ ട്രെയിനിൽ നിന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ തിക്കും തിരക്കും കാണുമ്പോൾ നമുക്കത് അറിയാൻ കഴിയുന്നുണ്ട്. 10 മണിയോടെയൊക്കെ എറണാകുളത്ത് എത്തേണ്ട ട്രെയിനാണ്. ഇപ്പോഴും അതവിടെ പിടിച്ചിട്ടിരിക്കുകയാണോ? ഇതിന് എന്തെങ്കിലും ഔദ്യോഗിക വിശദീകരണമുണ്ടോ ശ്രീകാന്ത്? അനുജ, ഇത് ആദ്യമായിട്ടൊന്നും അല്ല വേണാടിൽ ഇത്തരത്തിൽ ഈ ദുരിതയാത്ര തുടങ്ങുന്നത്. കാരണം ഇത്ര ഗതികെട്ട യാത്ര ഒരു സർവീസ് ഉണ്ടെങ്കിൽ അത് വേണാടായിരിക്കും എന്ന് പറയേണ്ടി വരും. നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ്, വേണാടിൽ ഈ മാടുകളെയൊക്കെ ലോറിയിൽ അടുക്കിക്കൊണ്ട് പോകുന്നത് പോലെയാണ് ഈ സർവീസിൽ യാത്രക്കാരെ കൊണ്ടുപോകുന്നത്. കാരണം ഒട്ടനേകം ആളുകൾ ആശ്രയിക്കുന്ന, ജോലിക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന, വിദ്യാർത്ഥികളൊക്കെ ആശ്രയിക്കുന്ന ഒരു സർവീസാണ് ഈ വേണാട് ട്രെയിൻ സർവീസ് എന്ന് പറയുന്നത്. പക്ഷേ അതിപ്പോൾ വന്ദേ ഭാരത് വന്നതോടുകൂടി പല സ്ഥലങ്ങളിലായി പിടിച്ചിടുക എന്നൊരു നിലപാടാണ് റെയിൽവേ സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, അതിൽ കാലുകുത്താൻ ഇടമില്ലാത്ത വിധം ആളുകൾ തിങ്ങി നിറഞ്ഞാണ് പോകുന്നത്. കൂടുതൽ ബോഗികൾ അതിൽ ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ ആ സർവീസ് കൃത്യമായി നടത്താനോ റെയിൽവേ തയ്യാറായിട്ടുമില്ല. ഇന്നിപ്പോൾ സംഭവിച്ചത്, ഈ ട്രെയിനിനുള്ളിൽ 2 വനിതാ യാത്രക്കാർ തലകറങ്ങി വീണു എന്നുള്ളതാണ്. പിറവത്തെത്തിയപ്പോൾ ഈ വന്ദേ ഭാരതിന് കടന്നു പോകാൻ വേണ്ടി ഇത് പിടിച്ചിട്ടു. 10 മണിക്ക് ഇവിടെ എത്തേണ്ട ട്രെയിനാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 11:15 ഈ സമയത്തും ഈ ട്രെയിൻ ഇങ്ങനെ പിടിച്ചിട്ട് പല സ്ഥലങ്ങളിലായാണ്, അത് ഒരു സ്ഥലത്തല്ല പിടിച്ചിടുന്നത്, ഈ കൊടും ചൂടത്ത് പല സ്ഥലങ്ങളിൽ പിടിച്ചിട്ട ശേഷമാണ് ഈ ട്രെയിൻ ലക്ഷ്യസ്ഥാനത്തേക്ക് വരുന്നത്. അരമണിക്കൂറിന് മുമ്പ് പിറവത്തു നിന്നും വേണാട് എക്സ്പ്രസ് യാത്ര തിരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നു. വന്ദേ ഭാരതിന് വേണ്ടി ഈ ട്രെയിൻ പതിവായി പിടിച്ചിടുന്ന സാഹചര്യവുമുണ്ട്. ഞാൻ വീണ്ടും ആദ്യം പറഞ്ഞ വാക്ക് ആവർത്തിക്കുകയാണ്. അത് അത്ര ഗതികെട്ട ഒരു സർവീസ് ഉണ്ടെങ്കിൽ, കേരളത്തിലൂടെ നടത്തുന്നതുണ്ടെങ്കിൽ അത് വേണാടാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പലതവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, പലതവണ ആളുകൾ ബോധം കെട്ട് വീണതാണ്, പ്രതിഷേധമുയർന്നതാണ്, പാസഞ്ചേഴ്സ് അസോസിയേഷനൊക്കെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതാണ്. ഒരു മാറ്റവുമില്ല. ഇന്നിപ്പോൾ തിങ്കളാഴ്ച കൂടിയാണ്. ആളുകൾ അവധിയൊക്കെ കഴിഞ്ഞ് ഈ ജോലിക്കായി പോകുന്ന ദിവസം. വലിയ തിരക്കാണ്, ഭീകരമായ തിരക്കാണുള്ളത്. 2 യാത്രക്കാർ അവർക്ക് ബോധം കെട്ട് വീണു. അവർക്ക് വേണ്ട അടിയന്തര ചികിത്സ നൽകിയിട്ടുണ്ട്. തൽക്കാലം ആശ്വസിക്കാം. പക്ഷേ ഇത് തുടരാനാണ് റെയിൽവേ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ബോഗികളുടെ എണ്ണം മറ്റും കൂട്ടി ഇത് പരിഹരിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ വലിയ ദുരന്തം തന്നെ നേരിടേണ്ടി വരും. കൊടും ചൂടത്താണ് ഇങ്ങനെ പിടിച്ചിടുന്നത് എന്നുള്ളതാണ് ഈ റെയിൽവേ ഓർക്കേണ്ട ഒരു കാര്യം. മനുഷ്യജീവികളാണ് അതിൽ യാത്ര ചെയ്യുന്നത് എന്നുള്ളത് കൂടി റെയിൽവേ ഓർക്കണം. അതാണ് വേണാട് എക്സ്പ്രസിൽ ഇപ്പോൾ വരുന്നത്. അത് അരമണിക്കൂറിലേറെ പിറവത്ത് പിടിച്ചിട്ടു. എറണാകുളത്ത് എത്തേണ്ടുന്ന സമയം കഴിഞ്ഞിട്ടും അത് പിറവത്ത് പിടിച്ചിട്ടിരിക്കുന്നു. വന്ദേ ഭാരത് ട്രെയിനിന് വേണ്ടിയാണ് ഇത്തരത്തിലേക്ക് സമയക്രമം മാറ്റുന്നത് എന്നതാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേൾക്കുന്നൊരു പരാതിയാണ്. 2 യാത്രക്കാർ തലകറങ്ങി വീണു എന്ന വിവരം. ഇപ്പോൾ അത് പിറവത്തു നിന്ന് യാത്ര പുറപ്പെട്ടിട്ടുണ്ട് എന്ന ഏറ്റവും പുതിയ വിവരം കൂടി വരുന്നുണ്ട്. നമ്മൾ ഈ വാർത്തയുടെ വിശദാംശത്തിലേക്ക് തന്നെയാകും എത്തുക ഇടവേള എടുത്തതിനു ശേഷം.